السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن جابر بن عبد الله رضي الله عنه قال كان رسول الله صلى الله عليه وسلم يعلمنا الاستخارة كما يعلمنا السورة من القرآن. يقول إذا هم أحدكم بالأمر فليرقع ركعتين من غير الفريضة ثم ليقل اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. رواه البخاري وأبو داود والترمذي وابن حبان റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന നിസ്കാരത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ തുടക്ക ഭാഗം ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിടുകയും ആ ആവശ്യത്തിൻ്റെ ഖൈറും ഷർറും ഗുണവും ദോഷവും തിരിച്ചറിയാനാവാത്ത വിധം, പ്രത്യേകിച്ച് ആധുനിക വിഷയങ്ങളിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിലെന്താണ് ഖൈറ് ഷർറ് ഖുർആനിൽ കൃത്യമായി പ്രതിപാദിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ഹദീസിൽ അതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടാകുകയോ അതല്ലെങ്കിൽ മുഹദ്ദിസുകളും സമകാലികരായ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ കൃത്യമായി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യാതിരിക്കുന്നു. അല്ലെങ്കിൽ അവനവൻ ഒരു കാര്യം നാളെ നേരം എടുക്കുമ്പോൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു കൃത്യമായ ഉറച്ച ഒരു ധാരണയിൽ എത്തണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഫൽയർക റകഅതൈനി മിൻ ഗൈരിൽ ഫരീള, നിർബന്ധമല്ലാത്ത ഫർളല്ലാത്ത 2 റകഅത്ത് നിസ്കരിക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. അല്ലാഹുവേ, നിന്റെ ഇൽമ്, ഞാനൊരു അറിവില്ലാത്ത ഒരു പടു ജാഹിലാണ്, എന്നാൽ നീ അങ്ങേയറ്റത്തെ ആലിമാണ്, അതുകൊണ്ട് നിന്റെ അറിവ് മുൻനിർത്തി നിന്റെ കഴിവ് കൊണ്ട് ഞാൻ സഹായം തേടുകയും വഅസ്അലുക മിൻ ഫളലിക്കൽ അദീം, നിന്റെ പ്രവിശാലമായ ഫളലിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് ഞാൻ യാചിക്കുകയും ചോദിക്കുകയും ഇരക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം പറയേണ്ടത് ഫഇന്നക തഖ്ദിറു വലാ ഖദിറു. അല്ലാഹുവേ, നിനക്ക് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് കഴിവുള്ളവനാണ്, ഞാനാണെങ്കിൽ അശക്തനും ദുർബലനുമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ദരിദ്രന്മാരാണ്. അല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു ആണെങ്കിൽ അങ്ങ് അറ്റത്തെ അപാരമായ സ്തുത്യർഹനും ധന്യനുമാണ്. അപ്പൊ അള്ളാഹുവിനുള്ള ആ ഒരു ഖുദ്റത്ത്, അള്ളാഹുവിന്റെ തഖ്ദീർ, അൽ ഖദീർ എന്ന അള്ളാഹുവിന്റെ ഒരു അസ്മാഉ സിഫാത്തിൽപ്പെട്ട ഒരു നാമമുണ്ട്, അൽ ഖദീർ, എല്ലാത്തിനും കഴിവുന്നതാണ്. ഏതിനാ കഴിവില്ലാത്തത്? ആധുനികമാകട്ടെ പൗരാണികമാകട്ടെ ഗഹനമാകട്ടെ ലളിതമാകട്ടെ ഏത് വിഷയങ്ങളെ സംബന്ധിച്ചും ഇഴകീറി അതിൻ്റെ ഗുണദോഷങ്ങളെ സമ്മിശ്രമായി അനലൈസ് ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവെ, നിനക്കതിന് കഴിയും, ഞാനോ എനിക്കൊന്നിനും കഴിയില്ല. നിനക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയില്ല, നിനക്കാണെങ്കിൽ അറിയാം. മാത്രമല്ല അൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യജ്ഞാനങ്ങളുടെ മുഴുവൻ അറിവും നിനക്ക് അങ്ങേയറ്റം നന്നായി അറിയുന്നവരാണ് എന്നീ 3 പദങ്ങൾ കൂടി ചേർത്തി വെച്ചുകൊണ്ട് വേണം ദുആ ചെയ്യാൻ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹുവിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതൊരു കാര്യമായിരുന്നെങ്കിൽ അത് എടുത്ത് ചാടി ചെയ്യാന്നുള്ളതല്ല, മറിച്ച് അതും ചോദിക്കാൻ ആരും പറയാൻ, ഭാര്യയോട് ചോദിക്കണ്ട, വീട്ടിലാരോട് ചോദിക്കും, പക്ഷെ എന്നാലും റബ്ബിനോടൊന്ന് ചോദിക്കണം. ഇതിൽ ഹൈറാണെങ്കിൽ ആ ഹൈറ് അടുപ്പിച്ചു തരാനും ഷർറും മുസീബത്തുമായത് വല്ലതുകൊണ്ടോ അത് അകറ്റിത്തരാനും റബ്ബിനോട് പറയണം. ശേഷം ആ കാര്യം എന്താണോ അത് പറഞ്ഞുകൊണ്ട് വേണം ദുആ ചെയ്യാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഹൈറിന്റെയും ഉടമകളായി മാറാനും എല്ലാവിധ ഷർറിൽ നിന്നും മാറി നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്ന രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിൽ
ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് ഏറ്റവും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.